പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പോൾ തലശ്ശേരി ബിഷപ്പ് ഹൗസിലാണ് വന്നിരിക്കുന്നത് ഡോക്ടർ ബിഷപ്പ് ഡോക്ടർ മാർ ജോസഫ് പാംപ്ലാനി, നമ്മുടെ പഴയ സുഹൃത്ത്. അതെ അതെ. നമ്മുടെ ഈ ലഹരി വിരുദ്ധ പരിപാടിക്ക് വളരെ പിൻബലം അദ്ദേഹം നൽകി. അപ്പോൾ തിരുമനസേ അങ്ങേ തേടി ഞങ്ങളിവിടെ വന്നതാ. ഓക്കെ, വളരെ സന്തോഷം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ? അതെ അതെ, തിരക്കിന്റെ ദിവസമാണ്. തിരക്കിനേക്കാൾ ഉപരി ഇതൊരു പ്രാർത്ഥനാ ദിനമാണ്. രാവിലത്തെ ചടങ്ങുകൾക്ക് ശേഷം ഈ ദിവസം മുഴുവൻ പ്രാർത്ഥനാപൂർവം ചെലവഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പതിവ്. ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വരും എന്നുള്ളൊരു വിശ്വാസമാണ് ഈ പെസഹായിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾക്കുള്ളൊരു ആദരവ് എന്താണെന്ന് ചോദിച്ചാൽ, പറയാനുള്ള നേരെയോ അങ്ങ് പറയുക, പിന്നെ അതിനകത്ത് പിന്നെ ഒളിച്ചു കളിയൊന്നുമില്ല. അത് പലപ്പോഴും അതുകൊണ്ട് അങ്ങ് വാർത്തകൾ, ഞങ്ങളൊക്കെ വാർത്താ മുറിയിരിക്കും, ഞങ്ങൾ പരസ്പരം നോക്കും. തലശ്ശേരി ബിഷപ്പ് സംസാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വാർത്ത ഉണ്ടാവും. അപ്പോൾ അത് അങ്ങയുടെ ഒരു നേരെ പോവും, ചില നേരെ അടുക്കളയോടെ അങ്ങ് പോവും അല്ലേ? അത് വലിയ കാര്യമാണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയണം എന്ന് തന്നെയാണോ? കാര്യങ്ങൾ പറയുവാണെങ്കിൽ വ്യക്തമായിട്ട് പറയണം, അല്ലെ പറയാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ മൗനത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ ഈ കാലത്ത്? മൗനം പാലിക്കേണ്ട സന്ദർഭങ്ങളിൽ മൗനം പാലിക്കണം. അല്ലാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് അതെ അതെ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു സമൂഹത്തിന്റെ പൊതു ആവശ്യമാണ്, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആവശ്യമാണ് എന്ന് വന്നാൽ മൗനം വെടിഞ്ഞ് ഏതറ്റം വരെയും പോയി സംസാരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. നമ്മളെടുത്ത് ഇരിക്കുന്ന യാത്ര, അതായത് ലഹരിക്കും മയക്കുമരുന്നിനെതിരായിട്ട് നടത്തിയ യാത്രയിൽ അങ്ങ് വലിയ സപ്പോർട്ടാണ് അങ്ങ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങളുടെ രൂപതയുടെ ആദ്യ അധ്യക്ഷനായ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ്, അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി മദ്യവിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചത്. അദ്ദേഹത്തോട് ചേർന്ന് കുമാരപിള്ള സാറുണ്ട്, മന്മഥൻ സാറുണ്ട്, അവരെല്ലാം മുഹമ്മദ് അഹമ്മദ്, അതിനുവേണ്ടി ജീവിച്ച ആൾക്കാർ. അതെ, അവരെല്ലാം ഈ ബിഷപ്പ് ഹൗസിലായിരുന്നു, ബിഷപ്പിന്റെ കൂടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മദ്യ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ തലശ്ശേരി രൂപതയുടെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ്. ഞങ്ങൾക്ക് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു സംഘടനയുണ്ട്, ആന്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ, ADSU എന്ന പേരിൽ. അങ്ങനെ ഒരു സംഘടന തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളുകളിലെല്ലാം അതിന് ലഹരി വിരുദ്ധമായ പഠനങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് ഈ സംഘടന വളരെ സജീവമാണ്. അതുപോലെ തന്നെ വള്ളോപ്പള്ളി പിതാവ് തന്നെ ആരംഭിച്ചതും ബഹുമാനപ്പെട്ട തൈത്തോട്ട അച്ഛൻ വളർത്തിയതുമായൊരു പ്രസ്ഥാനമാണ് പ്രതീക്ഷ. ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഞങ്ങൾക്കുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി നടത്തുന്നതാണ്. അവിടെ ഇതിനോടകം തന്നെ ഒരു 12,000-ലധികം ആളുകളെ ഈ ഡ്രഗ്സിൻ്റെയും മദ്യത്തിൻ്റെയും അഡിക്ഷനിൽ നിന്ന് വിമോചിപ്പിച്ച ചരിത്രം ഞങ്ങൾക്ക്. 12 ജില്ലകൾ നമ്മൾ കടന്നു. ഇപ്പോൾ 13 ജില്ല കണ്ണൂരിൽ നിൽക്കുക. കേരളത്തിലെ ഒരു സ്ഥലം പോലും ഇത് വ്യത്യസ്തമല്ല. ഞങ്ങളിപ്പോൾ ഈ തലശ്ശേരി മാർക്കറ്റിനടുത്തുനിന്ന് പോയപ്പോൾ ഒരു സ്പോട്ട് നേരിട്ട് കണ്ടു. അവിടെ ഈ കസ്റ്റംസുകാരായിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ MDMA ഒക്കെ സുലഭമാണ്. അവിടുത്തെ മാർക്കറ്റിംഗ് ആൾക്കാർ ഈ പണ്ടാളിൽ പറയാൻ ഭയന്നിരുന്നു. ഇപ്പോൾ ആ പേടി മാറി. കാരണം ഈ കൊലക്കത്തിയായിട്ട് ആരാ കയറി വരുന്നത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാര്യം കേരളത്തിൽ നമ്മൾ കണ്ട കേരളമേ അല്ല. ഒരുപക്ഷെ ഇപ്പം നമ്മൾ പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഈ 24 ചാനലിൻ്റെ ഈ ഒരു സംരംഭം അത് തികച്ചും മാതൃകാപരമായ ഒരു സംരംഭമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. തലശ്ശേരി അതിരൂപതയുടെ മുഴുവനും പിന്തുണ ഈ ഒരു സംരംഭത്തിന് 24 ചാനലിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ SKN ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ അത് സമൂഹ മനസാക്ഷിയെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മലയാള മാധ്യമ രംഗത്തെ ഒരു കുലപതിയായി SKN നമ്മുടെ മനസ്സുകളിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. SKN വാർത്ത അവതരിപ്പിക്കുമ്പോൾ അതൊരു കേവലം വാർത്തയായിട്ടല്ല, നമ്മളുടെ ഒപ്പം നടക്കുന്ന ഒരാൾ, നമ്മുടെ ചിന്താഗതികൾ പങ്കുവയ്ക്കുന്ന ഒരാൾ എന്നൊരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഒരു പക്ഷത്തും ചേരാതെ സത്യത്തിൻ്റെ പക്ഷം നിൽക്കാൻ SKN കാണിക്കുന്ന ആ ആർജവത്വം എനിക്ക് തോന്നുന്നു മലയാള മാധ്യമ രംഗത്തിന് ഒരു ദിശാബോധം നൽകാൻ പര്യാപ്തമാണ്. ഞങ്ങൾ എല്ലാവരുടെയും ഭാവുകങ്ങൾ ഇനിയും ഒരു 40 കൊല്ലം ഈ രംഗത്ത് സജീവമായി നിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കോഴിക്കോട് കടപ്പുറത്ത് നടത്തുന്ന ഈ 24 ചാനലിൻ്റെ ലഹരി വിരുദ്ധ സമ്മേളനത്തിലും പ്രകടനത്തിലും ലഹരിക്കെതിരായി പൊരുതാൻ ആഗ്രഹിക്കുന്ന മലയാളി മനസ്സുകൾ ഒരു മനസ്സോടെ പങ്കുചേരണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.
എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. നിങ്ങൾക്കറിയാം, പിതാവ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ്, അതുപോലെ തന്നെ സിറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ പിതാവിന്റെ അതെ, അതുകൊണ്ട് പിതാവ് അദ്ദേഹത്തെ അറിയാതിരിക്കാൻ ഒരു വാർത്താവതാരം പ്രധാനമായിട്ട് ചെയ്തേക്കുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഈ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. ആ കൂട്ടത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് പലർക്കും അറിയത്തില്ല, ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയത്തില്ല, ഇതിന്റെ ശിക്ഷാ നടപടികൾ എന്താണ്, അതിന്റെ ഗൗരവത്തെ പറ്റി അറിയത്തില്ല. അതുപോലെ മറ്റു കാര്യം പിതാവ് പ്രത്യേകം പറഞ്ഞത്, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒരു ഷാഡോ പോലീസ് എന്ന നിലയിൽ നിരീക്ഷകരായിട്ട് പ്രവർത്തിക്കുക, എന്നിട്ട് പോലീസ് സംവിധാനങ്ങളും ഗവൺമെന്റ് അധികൃതരുമായിട്ട് സഹകരിച്ച് ഇതിനെ ഏതു വിധേനയും ദൂരീകരിക്കാനുള്ള പദ്ധതികൾ പിതാവ് പ്ലാൻ ചെയ്തു. വളരെ സന്തോഷം. താങ്ക് യു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി സംസാരിക്കുകയായിരുന്നു. മാത്രമല്ല, എല്ലാവരും 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് നടക്കുന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുക. ആ സമ്മേളനം കേരളത്തിന്റെ ചരിത്രത്തിലൊരു നാഴികക്കല്ലാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 20-ാം തീയതി കോഴിക്കോട്. VPS ലേക്ഷോർ SKN40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഏവർക്കും സ്വാഗതം.